പുറമേയുള്ള സ്പർശങ്ങളെ പുറമെയാക്കിയിട്ട് ദൃഷ്ടിയെ ഇരു പുരികങ്ങളുടെയും മധ്യത്തിലാക്കിയിട്ട് നാസാഭ്യന്തരചാരികളായ പ്രാണാപാനങ്ങളെ സമീകരിച്ചിട്ട് എന്തു ചെയ്യണം? യതേന്ദ്രിയ മനോബുദ്ധി യതാനി സംയതാനി ഇന്ദ്രിയാണി മനഃ ബുദ്ധി ച യസ്യ സ യതേന്ദ്രിയ മനോബുദ്ധി. തീർത്തും സംയതങ്ങളായ നിയന്ത്രിക്കപ്പെട്ട ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ആർക്കാണോ ഉള്ളത് അയാൾ. അങ്ങനെയുള്ളവൻ തൻ്റെ ഇന്ദ്രിയങ്ങളെ, തൻ്റെ മനസ്സിനെ, തൻ്റെ ബുദ്ധിയെ സ്വന്തം നിയന്ത്രണത്തിൽ വെച്ചിട്ടുള്ള ആൾ. യതേന്ദ്രിയ മനോബുദ്ധി. മുനിഹി. മുനി ശബ്ദത്തിന് നേരത്തെ പറഞ്ഞ അതേ അർത്ഥം വീണ്ടും ഭാഷ്യകാരൻ പറഞ്ഞു, മനനാത് മുനിഹി. മനനം കൊണ്ടാണ് മുനിയാവുന്നത്. സത്യത്തെക്കുറിച്ചുള്ള നിരന്തര വിചാരം, സത്യവിചാരം, എന്താണ് പരമമായ സത്യമെന്ന നിരന്തര വിചാരം. അങ്ങനെ മനനത്തോടൊത്തവൻ. അവിടെ മുനി എന്നുള്ളതിന് ഭാഷ്യകാരൻ സന്യാസി എന്നും അർത്ഥം പറയുന്നു. ഇതിനു മുമ്പ് പല സന്ദർഭങ്ങളിലും നമ്മൾ കണ്ടു, തീർത്തും സംയതമായ ഇന്ദ്രിയ അന്ധകരണങ്ങളോട് കൂടിയവനെ തൻ്റെ ഉപാധികളെയെല്ലാം സംയമിച്ചവനെ ഒക്കെ സന്യാസി സന്യാസി എന്ന് പറഞ്ഞതായിട്ട്. അതിലുപരി പാരമാർത്ഥികമായ തത്വബോധത്തോടൊത്തയാളെ സന്യാസി എന്ന് പറഞ്ഞത്. അവിടെ എല്ലാം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് ഉയരുന്ന വ്യക്തി ബാഹ്യമായി ലോകദൃഷ്ടിയ ബ്രഹ്മചാരിയായാലും ഗൃഹസ്ഥനായാലും വാനപ്രസ്ഥനായാലും സന്യാസിയായാലും പാരമാർത്ഥികമായി സന്യാസിയായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ സന്യാസി എന്ന് ശബ്ദം പറയുന്നത്. അല്ലാതെ മുനി എന്ന് പറഞ്ഞാൽ സന്യാസി എന്ന് വാസ്തവത്തിൽ അർത്ഥമില്ല. മുനിയും സന്യാസിയും ഭിന്നാർത്ഥകങ്ങളാണ്. മുനിക്ക് മനനം ചെയ്യുന്ന ആളെന്നേ അർത്ഥമുള്ളൂ. മൗനത്തെ ആശ്രയിച്ചിരിക്കുന്ന ആളെയും മുനി എന്ന് പറയാറുണ്ട്. സന്യാസി ഭിന്നാർത്ഥമാണ്. നമ്മൾ വളരെ വിശദമായി ചിന്തിച്ചിട്ടുണ്ട്. ഏഷണാത്രയത്തെ സന്യസിച്ചവനാണ് സന്യാസിയെന്ന്. പക്ഷേ താല്പര്യം വെച്ചുകൊണ്ടാണ് ഇവിടെ അർത്ഥം പറഞ്ഞത്. മോക്ഷപരായണ, മോക്ഷം തന്നെ പരം, അയനം ഗമനം, പ്രാപ്യസ്ഥാനം, ലക്ഷ്യം എന്നുറച്ചവൻ മോക്ഷപരായണ. ഏവം ദേഹസംസ്ഥാന, ഇപ്രകാരം ദേഹത്തിലിരിക്കുന്നവൻ. പ്രാരബ്ധം നിലനിൽക്കുന്ന കാലത്തോളം ദേഹം നിലനിൽക്കും. ജ്ഞാനിയായാലും കൊള്ളാം, അജ്ഞാനിയായാലും കൊള്ളാം, വിജ്ഞാനിയായാലും കൊള്ളാം. പ്രാരബ്ധം ക്ഷയിച്ചാൽ ഒരു നിമിഷം പോലും ദേഹം നിൽക്കില്ല. അപ്പോൾ ഈ സ്ഥൂല ശരീരത്തിൽ, മനുഷ്യദേഹത്തിൽ നിലകൊള്ളുന്നവനായ മോക്ഷപരായണ, മോക്ഷയേവ പരം അയനം പരാഗതി യസ്യ, മോക്ഷം സമ്പൂർണ്ണ ദുഃഖ നിവൃത്തി അഥവാ നിരതിശയമായ സുഖപ്രാപ്തി, അതുമല്ലെങ്കിൽ എല്ലാ ബന്ധനങ്ങളിൽ നിന്നുമുള്ള ആത്യന്തികമായ വിമുക്തി, അജ്ഞാനത്തിൽ നിന്നുള്ള പൂർണ്ണമായ മോചനം, കുറച്ചുകൂടി നല്ലൊരു വാക്ക് പറയാം, സർവതന്ത്ര സ്വാതന്ത്ര്യം. എല്ലാവരും സ്വാതന്ത്ര്യമാണ് ഇച്ഛിക്കുന്നത്.
ആർക്കും പാരതന്ത്ര്യം ഇഷ്ടമല്ല. പരിപൂർണമായ സ്വാതന്ത്ര്യമാണ് മോക്ഷം. ഈ മോക്ഷം തന്നെ പരം അയനം, പരം ലക്ഷ്യം എന്ന ഉറച്ച ബോധത്തോടൊത്ത ആള്. എങ്ങനെയുള്ള ആള്? വിഗതേച്ഛാ ഭയക്രോധ, ഇച്ഛാച ഭയം ച ക്രോധ ച, ഇച്ഛാഭയക്രോധ തേ വിഗതാഹ. ഇച്ഛയും ഭയവും ക്രോധവും ഒഴിഞ്ഞവർ. ഇതൊന്നും പുറമേ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതോ പുറമെ വ്യാഖ്യാനിക്കാൻ കഴിയുന്നതോ അല്ല. ഈ പറഞ്ഞ ഒരു ലക്ഷണം പോലും. വിഗതേച്ഛ ഭയക്രോധ യ ഏവം വർത്തത്തെ, ഇങ്ങനെ ആരാണോ വർത്തിക്കുന്നത്, സദാ, എപ്പോഴും, വല്ലപ്പോഴും അല്ല, വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ വർത്തിക്കാൻ ആർക്കും കഴിയും ഇല്ലേ? വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ വർത്തിക്കാൻ ആർക്കാ കഴിയാത്തേ? എന്നാൽ സദാ എന്ന് പറയുമ്പോൾ മാനത്തിലും അപമാനത്തിലും, ശീതത്തിലും ഉഷ്ണത്തിലും, സുഖത്തിലും ദുഃഖത്തിലും, പൂജയിലും പരിഭവത്തിലും, സ്തുതിയിലും നിന്ദയിലും എന്ന് വേണ്ട, ജീവിതത്തിൽ മാറി വരുന്ന എല്ലാ അവസ്ഥകളിലും ഒരു മാറ്റവുമില്ലാതെ ഇപ്രകാരം വർത്തിക്കുന്നവൻ ആരാണോ സദാ സന്യാസി. വീണ്ടും പറഞ്ഞു, ഇതേ ശ്ലോകത്തിൽ വീണ്ടും പറയാണ് സന്യാസി. മൂലത്തിലില്ല, ഭാഷ്യകാരനാണ് ആവർത്തിച്ച് പറയുന്നത് സന്യാസി. പാരമാർത്ഥിക സന്യാസത്തിൽ നിവസിക്കുന്ന അയാൾ, യഹ സ സദാമുക്ത ഏവ, അയാൾ എപ്പോഴും മുക്തനാണ്. സദാമുക്ത, എപ്പോഴും മുക്തനാണ്. ഇന്ന് ചായക്കനി മുക്തി കിട്ടാനില്ല. ഇങ്ങനെ ഒരാൾക്ക് മുക്തി കിട്ടില്ല, മോക്ഷം കിട്ടില്ല. എന്തുകൊണ്ട്? അയാൾ മുക്തനാണ്. ജീവിച്ചിരിക്കവേ അയാൾ മുക്തനാണ്, ജീവൻ മുക്തനാണ്. ജീവൻ മുക്തൻ മരിച്ചാൽ വിദേഹമുക്തനാണ്. ബദ്ധൻ മരിച്ചാൽ ബദ്ധൻ തന്നെയാണ്, മുക്തനല്ല. മുക്തി മരണാനന്തരമൊട്ടല്ല താനും. അപ്പോൾ ഇയാൾ എപ്പോഴും മുക്തനാണ്. തസ്യ മോക്ഷ ന അന്യഃ കർത്തവ്യഃ, അയാൾക്ക് മോക്ഷം കർത്തവ്യമായിട്ടില്ല, മോക്ഷം നേടേണ്ടതില്ല, മുക്തനാണ്. ഇത്രയും പറഞ്ഞിട്ടാണ് ഉപസംഹരിക്കുന്നത് അധ്യായത്തെ. ഏവം സമാഹിതചിത്തേന കിം വിജ്ഞേയം ഇതി ഉച്യതേ. ഇപ്രകാരം സമാഹിതചിത്തൻ അറിയേണ്ടുന്നതെന്ത് പറയുന്നു. നോക്കൂ, ഏവം സമാഹിതചിത്തേന കിം വിജ്ഞേയം ഇതി ഉച്യതേ. അപ്പോൾ ഇപ്രകാരം സമാഹിതചിത്തനായ ഒരാൾക്ക് അറിയപ്പെടേണ്ടത് എന്താണ് അറിയേണ്ടത്? പ്രത്യേകം ശ്രദ്ധിക്കണം. 27, 28, 29 ശ്ലോകങ്ങൾ അന്തരംഗമായ ധ്യാനനിഷ്ഠയുടെ സൂത്രഭൂതങ്ങളായ ശ്ലോകങ്ങളാണെന്ന് ഭാഷ്യകാരൻ പറഞ്ഞത് ഓർമ്മിക്കണം. സൂത്രമാണ്. അതിൻ്റെ ഭാഷ്യം പഠിക്കുമ്പോഴേ നമ്മൾ മനസ്സിലാക്കുള്ളൂ. അത് 6-ാം അധ്യായമാണ്. 6-ാം അധ്യായത്തെ പറയാനുള്ളൊരു സൂചന, ഒരു പ്രവേശിക പറഞ്ഞു വെക്കുകയാണ് ഇവിടെ ഭഗവാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശദീകരണം നമുക്ക് 6-ാം അധ്യായത്തിലേ പഠിക്കാൻ പറ്റുമെന്ന് ഓർമ്മിക്കുക. അപ്പോൾ എന്താണ് അറിയേണ്ടത്? എന്തിനെ അറിയേണ്ടത്? ചോദ്യം. മറുപടി, ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിമൃച്ഛതി. ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിമൃച്ഛതി. യജ്ഞതപസാം ഭോക്താരം, സർവലോകമഹേശ്വരം, സർവഭൂതാനാം സുഹൃദം മാം ജ്ഞാത്വാ ശാന്തിം ഋച്ഛതി.
ഈ ഒരു ശ്ലോകാർത്ഥത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഓർമ്മിക്കുക, ഇതിനു മുമ്പ് ആത്മതത്വം നിരൂപണം ചെയ്തുകൊണ്ടിരിക്കെ അത് തന്നെയാണ് പരമമായ സത്യം എന്ന് പ്രഖ്യാപിച്ചു. ഇതേ അധ്യായത്തിൽ ആത്മബ്രഹ്മൈക്യം. അതുപോലെ ആത്മതത്വ നിരൂപണം ചെയ്തുകൊണ്ടിരിക്കെ ഈശ്വര ശബ്ദവും വന്നിട്ടുണ്ട്. എവിടെ? നാദത്തേ കസ്യചിത് പാപം ന ചൈവ സുകൃതം വിഭുഹു എന്നടത്ത്. അപ്പോൾ ആത്മാവിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രകരണത്തിൽ ഈശ്വര പര്യായമായിരിക്കുന്ന ശബ്ദം പ്രയോഗിക്കുമ്പോൾ അത് അബോധപൂർവമല്ല, മറിച്ച് ബോധപൂർവമാണ്. പ്രയോഗിക്കുന്നത് വിദ്വാനാണ്, അവിദ്വാനല്ല. അപ്പോൾ അതിൻ്റെ താല്പര്യം ആത്മബ്രഹ്മൈക്യം, ജീവേശ്വര ഐക്യം എന്ന് ഉള്ള വേദാന്ത സാരം, വേദാന്തത്തിൻ്റെ പരം താത്പര്യം, മഹാവാക്യങ്ങളുടെ ലക്ഷ്യം അതാണ് പറയപ്പെടുന്നത്. ഈ ഒരു ധാരണ വെച്ചിട്ട് വേണം ഈ ഒരു ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാൻ. നോക്കൂ, യജ്ഞതപസ്സുകളുടെ ഭോക്താവിനെ, യജ്ഞതപസ്സുകളുടെ മുഴുവൻ ഭോക്താവിനെ, ആരെ? സർവലോക മഹേശ്വരനെ, സർവലോകങ്ങളുടെയും മഹേശ്വരനെ, സർവഭൂതങ്ങളുടെയും സുഹൃത്തിനെ. 3 വിശേഷണങ്ങളാണ്, അല്ലെങ്കിൽ 3 പദങ്ങളാണ്. യജ്ഞതപസാം ഭോക്താരം, യജ്ഞതപസ്സുകളുടെ ഭോക്താവിനെ. യജ്ഞം ഈശ്വരാർപ്പണ ഭാവനയോടുകൂടി അഥവാ പൂജാഭാവത്തിൽ സമർപ്പണാത്മകമായി എന്ത് ചെയ്യുന്നുണ്ടോ എല്ലാം യജ്ഞം എന്നുള്ളതിൽ നമുക്ക് ഉൾപ്പെടുത്തി പറയാം. യജ് ദേവപൂജ വിധി സംഗതികരണ ദാനേഷു എന്നുള്ള ധാതുവിൽ നിന്ന് യജ്ഞശബ്ദം നമുക്ക് നിഷ്പന്നമാക്കാം. അവിടെ ദേവപൂജ, അതുമായി ബന്ധപ്പെട്ട വിധി പ്രകാരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ദാനങ്ങൾ എന്നിവയൊക്കെ സൂചിപ്പിക്കാൻ യജ്ഞശബ്ദം ഉപയോഗിക്കാം. അതേ യജുധാതുവിൽ നിന്ന് തന്നെയാണ് യാഗശബ്ദവും നിഷ്പന്നമാക്കുന്നത്. ഒരേ ധാതുവാണ്. എന്നാൽ പ്രയോഗം കൊണ്ട് അർത്ഥവ്യത്യാസമുണ്ട്. പ്രയോഗം കൊണ്ടുള്ള അർത്ഥവ്യത്യാസം വൈദികമായ അഗ്നിഹോത്ര ക്രിയകൾക്ക് യാഗശബ്ദം ഉപയോഗിക്കാറുള്ളൂ. യാഗശബ്ദം പ്രായേണ സകാമമായിരിക്കുന്ന സ്വർഗകാമോ യജേത ഇത്യാദി, അപ്പോൾ അതിരാത്രം, സോമയാഗം, വാജപേയം, അശ്വമേധം, അങ്ങനെ അനേക പ്രകാരത്തിൽപ്പെട്ട യാഗവിശേഷങ്ങളുണ്ട്. യാഗങ്ങൾ സമർപ്പണാത്മഭാവത്തോടു കൂടി ചെയ്യുമോ എന്ന് ചോദ്യം അവിടെ വരുന്നുണ്ട്. കാരണം യാഗങ്ങൾ പൊതുവെ സകാമങ്ങളാണ്. ഇനി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് യജ്ഞമാണ്. എന്നാൽ യജ്ഞശബ്ദത്തിൽ വളരെ വിപുലമായിട്ട് സമർപ്പണാത്മഭാവത്തോടു കൂടി എന്ത് ചെയ്യുന്നു അതിനെയൊക്കെ ഉൾപ്പെടുത്താം. ജ്ഞാനയജ്ഞം, ദ്രവ്യയജ്ഞാഃ, ക്രിയായജ്ഞാഃ, യോഗയജ്ഞാഃ, അനേക യജ്ഞങ്ങൾ 3-4 അധ്യായങ്ങളിൽ ഭഗവാൻ തന്നെ യജ്ഞങ്ങളെ ധാരാളം പറഞ്ഞിട്ടുണ്ട്. യജ്ഞശബ്ദം വിപുലമാണ്. സമർപ്പണ ഭാവത്തോട് എന്ത് ചെയ്താലും അത് യജ്ഞമാണ്. ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ യജ്ഞദാന തപഃകർമ്മ നത്യാജ്യം എന്ന് പറയാനും പോകുന്നുണ്ട്. യജ്ഞം, ദാനം, തപസ് എന്നിവ ഉപേക്ഷിക്കാൻ പാടില്ല, അവ കർത്തവ്യങ്ങളാണ് എന്ന് പറയാൻ പോകുന്നുണ്ട് പിന്നീട്. കാരണം യജ്ഞോ ദാനം തപശ്ചൈവ പാവനാനി മനീഷിണം,
യജ്ഞം, ദാനം, തപസ് എന്നിവ മനുഷ്യന്മാരെ പരിശുദ്ധമാക്കുന്നതാണ്, അന്ധകരണ ശുദ്ധി നൽകുന്നതാണ്, മനസ്സിനെ ശുദ്ധമാക്കാനുള്ള സാധനാവിശേഷങ്ങളാണ്. ഈ യജ്ഞങ്ങൾ മുഴുവൻ ആരെ ലക്ഷ്യമായിട്ടാണോ ചെയ്യുന്നത്, വ്യത്യസ്ത ദേവതകളെ, ആ ദേവതകളിലൂടെ മുഴുവൻ ലക്ഷ്യമാക്കുന്നത് ആരെ? നമ്മുടെ ദൃഷ്ടിയിൽ സർവേശ്വരനെ, പരമേശ്വരനെ. എന്താ നമ്മുടെ ദൃഷ്ടിയിൽ എന്ന് പറഞ്ഞത്? പൂർവമീമാംസയിൽ അങ്ങനെയില്ല. പൂർവമീമാംസ ദർശനം അനുസരിച്ച് വ്യത്യസ്ത വൈദിക ദേവതകളെയാണ് പൂജിക്കുന്നത്. അവിടെ ഈശ്വരനില്ല. അവിടെ കർമ്മം തന്നെയാണ് ഫലത്തെ പ്രദാനം ചെയ്യുന്നത്. ദേവത വൈദികമായിട്ട്, ദേവത എന്ന് പറഞ്ഞാൽ അതത് മന്ത്രത്താൽ ആര് പൂജിക്കപ്പെടുന്നു, ആര് ഉപാസിക്കപ്പെടുന്നു, ആര് പ്രതിപാദിക്കപ്പെടുന്നു, അതൊക്കെ ദേവതയാണ്. അപ്പോൾ കർമ്മം തന്നെ ഫലപ്രദമാണ്. ഇതിനെയാണ് വേദാന്തി ചോദ്യം ചെയ്യുന്നത്. ജഡമായ കർമ്മം ഫലം പ്രദാനം ചെയ്യാൻ സമർത്ഥമല്ല. അപ്പോൾ ഈശ്വരനാണ്, സർവേശ്വരനാണ് കർമ്മഫലദാതാവ് എന്നുള്ളതാണ് വേദാന്ത പക്ഷം. അപ്പോൾ യജ്ഞതപസ്സുകൾ മുഴുവൻ ആരെ ലക്ഷ്യമാക്കി ചെയ്യുന്നുവോ ആ സർവേശ്വരനെ എന്ന് വേദാന്ത മതം. സർവതപസ്സുകളുടെയും ലക്ഷ്യമായിട്ടുള്ള, ആരിൽ സമർപ്പിച്ചുകൊണ്ട് യജ്ഞദാന തപസ്സുകളെ മുഴുവൻ നിർവഹിക്കുന്നുവോ അങ്ങനെയുള്ള പരമേശ്വരനെ, പരമാത്മാവിനെ, ആരെ? സർവലോക മഹേശ്വരം, സർവലോകങ്ങളുടെയും മഹേശ്വരനെ. ഈശനം ചെയ്യുന്നവനാണ് ഈശ്വരൻ. ഈഷ്ടേ എന്ന് ആര് നിയമിക്കുന്നുവോ അവൻ ഈശ്വരൻ. വരച്ച് പ്രത്യയം ഈട്ടിൽ വരുമ്പോഴാണ് ഈശ്, ധാതു ഈശാണ്. അതിൽ വരച്ച് പ്രത്യയം വരുമ്പോഴാണ് ഈശ്വര ശബ്ദം വരുന്നത്. അപ്പോൾ ഈട്ടെന്നും പറയാം, ഈശ്വരനെന്നും പറയാം, രണ്ടും ശരിയാണ്. സർവലോകാനാം മഹാന്തം ഈശ്വരം, സർവലോകങ്ങളുടെയും ഏറ്റവും മഹിമയാർന്ന ഈശ്വരനെ, എല്ലാത്തിനും ഉപരിയുള്ളവൻ, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനെ. സർവഭൂതാനാം സുഹൃതം, സർവഭൂതങ്ങളുടെയും ഹൃദയത്തിൽ സുഷ്ഠു നിവസിക്കുന്നവനെ, നല്ലപോലെ നിവസിക്കുന്നവനെ. സർവഭൂതങ്ങളുടെയും ഹൃദയത്തിൽ നിവസിക്കുന്നവനെ, അഥവാ സർവഭൂതങ്ങൾക്കും പ്രത്യുപകാര പ്രതീക്ഷയില്ലാതെ അനുഗ്രഹം ചൊരിയുന്നവനെ അവൻ പറയാം. ഈ സുഹൃത്തെന്ന് പറഞ്ഞാരാ? പ്രത്യുപകാര പ്രതീക്ഷയില്ലാതെ ഉപകാരം ചെയ്യുന്നവനാണ് സുഹൃത്ത്. ഇപ്പോൾ സകലരെയും അനുഗ്രഹിച്ച് സകലർക്കും ശ്രേഷ്ഠ കർമ്മഫലങ്ങളെ പ്രദാനം ചെയ്യുന്നവൻ ഈശ്വരൻ. അപ്പോൾ രണ്ടർത്ഥം. ഒന്ന്, സർവേഷാം ഭൂതാനാം ഹൃദയേഷു സുഷ്ഠുസ്ഥിതം, സർവഭൂതങ്ങളുടെയും ഹൃദയത്തിൽ നല്ലപോലെ നിലകൊള്ളുന്നവൻ. എന്താണ്? സുഹൃതം സർവഭൂതാനാം, അല്ലെങ്കിൽ സർവഭൂതങ്ങൾക്കും യഥാകർമ്മം ഫലം പ്രദാനം ചെയ്യുന്ന സുഹൃത്തായിരിക്കുന്നവൻ. അങ്ങനെയുള്ളവനെ ജ്ഞാത്വാ, അറിഞ്ഞാൽ, അറിഞ്ഞിട്ട്. ആരെ? മാം, എന്നെ. ഭഗവാൻ പറയുകയാണ്. ഗീതയിൽ ചില സന്ദർഭങ്ങളിൽ ശ്രീകൃഷ്ണൻ അർജുനൻ്റെ കൂട്ടുകാരൻ എന്ന രീതിയിലാണ് പാർത്ഥസാരഥി, സഖാവ് കൃഷ്ണൻ, അല്ലേ? അതാണ്. ചില സന്ദർഭങ്ങളിൽ സഖാവ് കൃഷ്ണനാണ്. എന്താ സഖാവ് കൃഷ്ണൻ എന്ന് പറഞ്ഞപ്പോൾ ഈ സഖാവ് എന്നൊക്കെയുള്ള പേര് ആർക്കും എന്തിനാ ചാർത്തി കൊടുക്കണത്? ആർക്കങ്ങനെ അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു പേറ്റൻറ്റും അതിനാർക്കും കൊടുക്കേണ്ടതില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ദോഷമാണ്. നമ്മൾ പ്രയോഗിക്കണം സഖാവ് കൃഷ്ണൻ. എന്താ കുഴപ്പം? ഭഗവാൻ, സഖാവ് ഭഗവാൻ.
ഭഗവാനല്ലാണ്ട് നമ്മുടെ സഖാവ് ആരാ? ഭഗവാനല്ലാണ്ട് ആരാ നമ്മുടെ സഖാവ്? ഒന്ന് ആലോചിച്ചു. വേറെ ആരെങ്കിലും ഉണ്ടോ സഖാവ്? ഈ സഖാവ് എന്ന് പറയുന്നവരൊക്കെ സഖാവാ? ഭഗവാൻ മാത്രമാണ് സഖാവ്. ഒരു സംശയം അതിലില്ല, യാതൊരു സംശയമില്ല. ഈ സഖാവ് എന്നുള്ള നാമം മാത്രമല്ല കേട്ടോ, വേറെയും ചിലതൊക്കെ ശ്രദ്ധിക്കാനുണ്ട് ഇതിൽ. ഇപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചില എന്താ പറയേണ്ടത്, ചില തീവ്ര ഹിന്ദുത്വവാദികളൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. അവർക്ക് ചിദാനന്ദപുരി സ്വാമിയുടെ വലിയ വിരോധം വരും ഇനി പറയാൻ പോണത് പറഞ്ഞാൽ. നിങ്ങൾ നിങ്ങളുടെ ക്ഷേത്രങ്ങളിലോ ചടങ്ങുകളിലൊക്കെ അലങ്കാരങ്ങൾ ചെയ്യുമ്പോൾ മഞ്ഞ, പച്ച, നീല, കറുപ്പ്, ചുമപ്പ്, കാവി തുടങ്ങി എല്ലാ വർണ്ണങ്ങളും പൊടിയായിട്ട് വെക്കണം. കാവി മാത്രം പോരാ. നമുക്ക് ജ്ഞാനവും സന്യാസവും മാത്രം മതിയോ? പോരാ. ചുവപ്പ് വേണ്ടേ? ചുവപ്പ് നമ്മൾ വേറെ ആർക്കും പേറ്റൻറ്റ് കൊടുത്തേക്കരുത് അങ്ങോട്ട്. ആർക്കും സ്വകാര്യ സ്വത്തല്ല ചുവപ്പ്, ഭഗവതിയുടെ വർണ്ണമാണ് ചുവപ്പ്. എന്ത് റെയിൽവേലല്ല പറഞ്ഞത്? അയ്യയ്യ, അത് മോശമായിപ്പോയി. റെയിൽവേലല്ല പറഞ്ഞത്. ചുമപ്പ് ഭഗവതിയാണ്. ചുമപ്പിനെ കാണുമ്പോൾ നമുക്ക് ഭഗവതി ഓർമ്മ വരും. ഭദ്രകാളിയാവാം, ഭഗവതിയുടെ ഏത് ഭാവമാവാം. പച്ച ഭഗവതിയാണ്, ഭൂമിദേവി. പച്ചക്കൊടി അങ്ങനെ ആർക്കും ഒറ്റയ്ക്ക് കൊടുക്കൊന്നും വേണ്ട. ഭഗവതി ഭൂമിദേവിയാണ്, ഭൂദേവിയാണ്. പച്ച സർവ ഹരിതാത്മിക. മഞ്ഞ മഹാവിഷ്ണു, ശ്രീകൃഷ്ണൻ. എന്നാൽ പിന്നെ കേമായി സുബ്രഹ്മണ്യൻ പോരെ? പിന്നെന്താ വേണ്ട? അപ്പോൾ പച്ച സുബ്രഹ്മണ്യനുമായി പോരെ? അതെ, പച്ച സുബ്രഹ്മണ്യൻ പോരെ? അത് തന്നെ. പിന്നെ നീലാരാ? ശാസ്താവ്, നീല ശാസ്താവ്. പിന്നെ കറുപ്പ് ഘണ്ടാകർണൻ, കുട്ടിച്ചാത്തൻ, ശനീശ്വരൻ. ഗുളികനുണ്ടോ? ശരി, ഗുളികൻ. അപ്പം ഈ മതിയല്ലോ, പോരെ? കാവി ജ്ഞാനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും വർണ്ണമായ കാവി. ജ്ഞാനം, ത്യാഗം. അഗ്നി. അപ്പം ഇതൊക്കെ ഉപയോഗിക്കണം. ഇതെല്ലാം ഉപയോഗിച്ച് ഇല്ലെങ്കിൽ എന്താ ധാരണ വരുന്നത് വെച്ചാൽ നമുക്ക് വെറും ത്യാഗവും സന്യാസവും മതിയോ? ചാവിട്ടി മതിക്കപ്പെടില്ലേ? സമ്പത്ത് വേണ്ടേ? കരുത്ത് വേണ്ടേ? വേണം. രജോഗുണം വേണ്ടേ? തമോ ഗുണം വേണ്ടേ? എല്ലാം വേണം. വെറും പായസം മാത്രം മതിയോ? പോരാ. പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ വർണ്ണവും വെക്കണം. എല്ലാ വർണ്ണവും അതിന് ശ്രമിക്കുക. ഇവിടെ തന്നെ പല ക്ഷേത്രങ്ങളായിട്ട് ബന്ധപ്പെട്ടവരുണ്ട്, പല ചടങ്ങുകളത്തെ ആൾക്കാരുണ്ട്. എല്ലാ വർണ്ണവും വെക്കുക. നമ്മൾ പല സ്ഥലത്ത് പറയാറുണ്ട്. ഇത് കേട്ടാൽ ചിലർക്കൊക്കെ വിരോധമാവും. അത് സ്വാമി കാവ്യ മാത്രം മതി. കാവ്യ മാത്രം പോരടേ, കാവ്യ മാത്രം പോരാ. ഒരു സംശയമില്ല. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒരു ഡിസ്ക് എടുക്കുക. ഒരു ഡിസ്ക് എടുത്തിട്ട് ഈ പറഞ്ഞ വർണ്ണങ്ങളൊക്കെ അതിൽ കൃത്യം തുല്യ അളവിൽ കള്ളിയാക്കിയിട്ട് വരയ്ക്കുക. എന്നിട്ട് വളരെ വേഗതയിലൊന്ന് കറക്കുക. എന്താ കളറ് നോക്കുക. കാവ്യവും നോക്കിക്കോളൂ. ഒന്ന് പരിശ്രമിച്ച് നോക്കിക്കോളൂ. എല്ലാം കാവ്യയിലേക്ക് വരും. അതെ, എന്താ സംശയമില്ല, അത് ഉറപ്പാണ്. അതിൽ യാതൊരു സംശയമില്ലാത്ത വിഷയമാണ്. അപ്പോൾ ലോകത്തിൻ്റെ ഗതി അങ്ങോട്ട് തന്നെയാണ്. അതുകൊണ്ട് എല്ലാം വെച്ചോളൂ കേട്ടോ, അത് പറയുകയാണ്. അപ്പോൾ സുഹൃതം സർവഭൂതാനാം, സർവഭൂതങ്ങളുടെയും സുഹൃത്തായിട്ടുള്ള ഭഗവാനെ അറിഞ്ഞാൽ എന്തായി? ശാന്തി മൃച്ഛതി, ശാന്തി എന്ന് കേടും. പരാം ശാന്തി. നേരത്തെ പറഞ്ഞു നൈഷ്ഠികീം ശാന്തിയും അല്ലേ? നിഷ്ഠാപൂർവമായ ശാന്തി എന്ന് നേരത്തെ പറഞ്ഞു. അത് തന്നെ നോക്കൂ. ഭോക്താരം യജ്ഞാനാം തപസാം ച കർത്തൃരൂപേണ ദേവതാരൂപേണ ച സർവലോകമഹേശ്വരം സർവേഷാം ലോകാനാം മഹാന്തം ഈശ്വരം സർവലോകമഹേശ്വരം.
സുഹൃദം സർവഭൂതാനാം സർവപ്രാണിനാം പ്രത്യുപകാര നിരപേക്ഷതയാ ഉപകാരിണം സർവഭൂതാനാം ഹൃദയേശയം സർവകർമ്മഫലാധ്യക്ഷം സർവപ്രത്യയസാക്ഷിണം മാം നാരായണം ജ്ഞാത്വാ ശാന്തിം സർവസംസാരോപരതിം ഋച്ഛതി പ്രാപ്നോതി. ഭോക്താരം യജ്ഞാനാം തപസാം ച കർത്തൃരൂപേണ ദേവതാരൂപേണ ച സർവലോകമഹേശ്വരം സർവേഷാം ലോകാനാം മഹാന്തം ഈശ്വരം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം സർവപ്രാണിനാം പ്രത്യുപകാര നിരപേക്ഷതയാ ഉപകാരിണം സർവഭൂതാനാം ഹൃദയേശയം സർവകർമ്മഫലാധ്യക്ഷം സർവപ്രത്യയസാക്ഷിണം മാം നാരായണം ജ്ഞാത്വാ ശാന്തിം സർവസംസാരോപരതിം ഋച്ഛതി പ്രാപ്നോതി. അപ്പം ഭോക്താരം ഭോക്താവിനെ ഭുജിക്കുന്നവനെ യജ്ഞാനാം തപസാം ച യജ്ഞങ്ങളുടെയും തപസ്സിൻ്റെയും തപസ്സുകളുടെയും എല്ലാ തപസ്സുകളും ശാരീരികം വാചികം മാനസികം എങ്ങനെയൊക്കെ രണ്ട് രൂപത്തിൽ, ഒന്ന് കർത്തൃരൂപേണ, രണ്ട് ദേവതാരൂപേണ. ഒന്ന് യജ്ഞ തപസ്സുകളുടെ കർത്തൃരൂപേണ ഞാൻ ചെയ്യുന്നു എന്ന് ആത്മഭാവം. ആ ആത്മഭാവത്തെ നമ്മൾ ശരീരേന്ദ്രിയ മനോബുദ്ധികളാകുന്ന ഉപാധികളെ നീക്കം ചെയ്ത് വേർതിരിച്ച് ഇത്രയും നേരം മനസ്സിലാക്കിയതുപോലെ തൻ്റെ സച്ചിദാനന്ദ ഭാവം എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കണം. അതാണ് കർത്തൃരൂപേണ. പിന്നെ ദേവതാരൂപേണ. ദേവതാരൂപേണ എന്ന് പറഞ്ഞാൽ യജ്ഞത്തിൽ അമും ദേവതാമുപാസ്തേ, ഇന്ന ദേവതയെ ഉപാസിക്കുന്നു, ഇന്ന ദേവതയെ ഉപാസിക്കുന്നു എന്ന ഭാവത്തിൽ. അപ്പോൾ ഏത് ദേവതയെയാണോ യജ്ഞത്തിലൂടെ ഉപാസിക്കുന്നത് ആ ദേവതയെ. അപ്പോൾ എങ്ങനെയാണ് സർവേശ്വരനാവുക? ചോദ്യം. ഏകസ്യ ആത്മനോ അന്യേ ദേവാഹ പ്രത്യംഗാനി ഭവന്തി. യാസ്ക മഹർഷി നിരുക്തത്തിൽ പറയും, ഒരു പരമാത്മാവിൻ്റെ അംഗപ്രത്യംഗങ്ങൾ എന്നോണമാണ് എല്ലാ ദേവതകളും നിലകൊള്ളുന്നത്. അപ്പോൾ ഏത് ദേവതയെ പൂജിച്ചാലും പൂജിക്കപ്പെടുന്നത് ഏകേശ്വരനാണ്. അത് സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ വിശിഷ്ടതയാർന്ന ഒരു ആശയവും സങ്കല്പവും തത്വവുമൊക്കെയാണ്. ഓരോ വ്യക്തിയുടെയും ഗുണഭേദമനുസരിച്ച് വ്യത്യസ്ത ദേവതകളെ ഉപാസിക്കാനും ആരാധിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ എല്ലാത്തിലൂടെയും ലക്ഷ്യമാക്കപ്പെടുന്നത് ഏകമാണ്. ശ്രദ്ധിക്കുക. അപ്പോൾ ദേവതാരൂപേണ അഥവാ കർത്തൃരൂപേണ യജ്ഞങ്ങളെ മുഴുവൻ ഭുജിക്കുന്നവൻ, അനുഭവിക്കുന്നവൻ ആരോ അവനെ. ആരെ? സർവലോക മഹേശ്വരം, സർവേഷാം ലോകാനാം മഹാന്തം ഈശ്വരം, സർവലോകങ്ങളുടെയും മഹേശ്വരനെ. ഒരണുകണം പോലും ആരുടെ ഇച്ഛയാലും നിയന്ത്രണത്താലുമാണ് സ്പന്ദിക്കുന്നത്. അനന്തകോടി ഗ്രഹനക്ഷത്രങ്ങൾ അടങ്ങുന്ന ഈ പ്രപഞ്ചം ആരുടെ സങ്കല്പത്താലും ഇച്ഛയാലുമാണ് സ്പന്ദിക്കുന്നത്, നിയന്ത്രിക്കപ്പെടുന്നത്. ആ സർവേശ്വരൻ. ഇനി ഇവിടെ ഇങ്ങോട്ട് ഉപാധിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ണ്, ചെവി, നാക്ക്, മൂക്ക്, ത്വക്ക് എന്ന് വേണ്ട എല്ലാ ദേവതകളും ഏതൊരു ആത്മാവിൻ്റെ, പ്രത്യേകാത്മാവിൻ്റെ നിയമനത്തിന് വിധേയമായി പ്രവർത്തിക്കുന്നുവോ മഹേശ്വരൻ. ആ മഹേശ്വരനെ
ആരെ? സർവഭൂതാനാം സുഹൃതം, സുഹൃദം, സുഹൃത്തിനെ. സർവപ്രാണിനാം സുഹൃദം രണ്ടർത്ഥം. ഒന്നുകിൽ സുഷ്ടുഹൃദയേ ശയം, നല്ലപോലെ ഹൃദയത്തിൽ ശയിക്കുന്നവനെ, അല്ലെങ്കിൽ സർവപ്രാണിനാം പ്രത്യുപകാര നിരപേക്ഷതയാ ഉപകാരിണം. അതാണല്ലോ സുഹൃത്തിൻ്റെ ലക്ഷണം. സുഹൃത്ത് പ്രത്യുപകാരം ചിന്തിക്കാതെ ഉപകാരം ചെയ്യുന്നവനാണ് സുഹൃത്ത്. എപ്പോഴും കൂടെയുള്ളവനാണ് സുഹൃത്ത്. സർവഭൂതാനാം ഹൃദയശയം വ, അല്ലെങ്കിൽ സർവഭൂതങ്ങളുടെയും ഹൃദയത്തിൽ നിവസിക്കുന്നവൻ. ഈശ്വര സർവഭൂതാനാം ഹൃദയേഷു അർജുന തിഷ്ഠതി ഇത്യാദി ഓർമ്മിക്കുക. സർവകർമ്മ ഫലാധ്യക്ഷം, സർവകർമ്മങ്ങളുടെയും ഫലാധ്യക്ഷൻ, ഫലപ്രദാനത്തിൻ്റെ അധ്യക്ഷൻ. യഥാകർമ്മ ഫലദാതാവെന്നർത്ഥം. അങ്ങനെയുള്ള ഈശ്വരനെ സർവപ്രത്യയ സാക്ഷിണം, നമ്മളിലുണ്ടാകുന്ന സകല പ്രത്യയങ്ങളുടെയും സകല ചിത്തവൃത്തികളുടെയും സാക്ഷിയായി നിവസിക്കുന്ന പരമേശ്വരനെ, സർവപ്രത്യയ സാക്ഷിണം നാരായണം, സർവനരന്മാരിലും അയനം ചെയ്തിരിക്കുന്നവനെ, അഥവാ സർവനരന്മാർക്കും ഏക അയനമായവനെ, ലക്ഷ്യമായവനെ, പ്രാപ്യനായവനെ. നരാണാം സമൂഹോ നാരം, ആ അർത്ഥത്തിലാണ് പറഞ്ഞത്. വേറെയും പല അർത്ഥങ്ങളുണ്ട്, പക്ഷെ ഇവിടെ ഇപ്പത് മതി. നാരായണനെ ജ്ഞാത്വാ അറിഞ്ഞാൽ, ശാന്തിം സർവസംസാരോപരതിം, ശാന്തിയെ സർവസംസാരോപരതിയെ ഋച്ഛതി പ്രാപ്നോതി നേടുന്നു. അവിടെ നൈഷ്ഠികയും ശാന്തിയും എന്ന് നേരത്തെ പറഞ്ഞത് ഓർമ്മിക്കുക. ഇങ്ങനെയാണ് ഉപസംഹരിക്കുന്നത്. നോക്കൂ. ഓം തത്സദിതി ശ്രീ മഹാഭാരതേ ശതസാഹസ്ര്യാം സംഹിതായാം വൈയാസിക്യാം ഭീഷ്മപർവണി ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുനസംവാദേ കർമ്മസന്യാസയോഗോ നാമ പഞ്ചമോധ്യായഃ. ഓം തത്സദിതി എന്നാണ്. നമ്മൾ ഏതൊരു യജ്ഞ കർമ്മ സ്വാധ്യായങ്ങളുടെയൊക്കെ ആരംഭത്തിലും അവസാനത്തിലും ഓം തത് സത് എന്ന് സ്മരിക്കാറുണ്ട്. കാരണം ഓം തത്സദിതി നിർദ്ദേശോ ബ്രഹ്മണ ത്രിവിധ സ്മൃത. ഓം തത്സത് എന്നുള്ളത് ബ്രഹ്മനിർദ്ദേശമാണ്. ഓം തത്സത് ഇതി ഇപ്രകാരം ശ്രീ മഹാഭാരതേ, ശ്രീ മഹാഭാരതത്തിൽ, ഇതിഹാസമായ മഹാഭാരതത്തിൽ മഹത്തും ഭാരവത്തുമായത്. മഹത്ത് എന്തുകൊണ്ട്? പ്രതിപാദ്യ മഹിമ കൊണ്ട്. ഭാരവത്ത് എന്തുകൊണ്ട്? പ്രതിപാദന വൈപുല്യം കൊണ്ട്. അത്ര ബൃഹത്ത്, ചിന്തിക്കാൻ പറ്റാത്ത അത്ര വിപുലമായ ഗ്രന്ഥമായതുകൊണ്ട്. അപ്പോൾ പ്രതിപാദ്യത്തിൻ്റെ മഹിമ കൊണ്ട് മഹത്തും, പ്രതിപാദനത്തിൻ്റെ വിപുലത കൊണ്ട് ഭാരതവും. ഭാരവത്ത് മഹാഭാരതം അഥവാ മഹത്തായ ഭാരതം. ഭാരതം ഭാസിൽ, പ്രകാശത്തിൽ രതി ചെയ്യിപ്പിക്കുന്നത്, ആനന്ദിപ്പിക്കുന്നത്, ജ്ഞാനപ്രകാശത്തിൽ നമ്മെ ആനന്ദിപ്പിക്കുന്നത്. ചിലരൊക്കെ വിചാരിച്ചുള്ളത് യുദ്ധചരിത്രമാണ് മഹാഭാരതം എന്നാണ്. യുദ്ധം ഉണ്ടില്ല എന്ന് പറഞ്ഞാൽ യുദ്ധമല്ല, യുദ്ധങ്ങൾ തന്നെ ഉണ്ട്, ധാരാളം യുദ്ധങ്ങളുണ്ട്. എന്നാൽ വേദത്തിൻ്റെ പരമ താത്പര്യം ഇത്ര സുവ്യക്തമായി ബോധിപ്പിക്കുന്നത് മറ്റൊന്നില്ല. അതുകൊണ്ടാണ് മഹാഭാരതത്തിന് 5-ാമത്തെ വേദം എന്നൊരു പദവി കൊടുത്തിരിക്കുന്നത്. 5-ാമത്തെ വേദം എന്ന് നമ്മൾ ഇതിഹാസ പുരാണങ്ങളെ ചേർത്തും പറയാറുണ്ടെന്ന് ഓർമ്മിക്കുക. മഹാഭാരതോ നാമ പഞ്ചമം വേദ എന്നും ഇതിഹാസ പുരാണാനി പഞ്ചമം വേദ ഉച്യത എന്നും രണ്ടും വ്യാസവാക്യമുണ്ട്.
ശരി, അങ്ങനെയുള്ള മഹാഭാരതത്തിൽ, എങ്ങനെയുള്ള മഹാഭാരതത്തിൽ? ശതസാഹസ്രിയാം സംഹിതായ, ശതസാഹസ്രിയാം സംഹിതായ, 100,000 ചേർന്ന സംഹിതയിൽ, 100,000 എത്രയാ? ലക്ഷം, ലക്ഷം ചേർന്ന സംഹിതയിൽ 81,000 ചില്ലാൻ ശ്ലോകങ്ങൾ തന്നെ വരുന്നുണ്ട്. അതുകൂടാതെയുള്ള ഗദ്യഭാഗങ്ങളെ നമ്മൾ 32 അക്ഷരം വീതം വിഭജിച്ച് കൂട്ടിയാൽ 1,00,000-ലധികം വരും ശ്ലോകസംഖ്യ. ഇനി അതിൻ്റെ കൂടെ ഹരിവംശം കൂടി ചേർത്താൽ 1,15,000 വരും ശ്ലോകസംഖ്യ. അപ്പോൾ എന്ത് തന്നെയാണെന്ന് വെച്ചാലും 100,000 ശ്ലോകങ്ങളുടെ സംഹിത സമാഹാരമായതിൽ, എങ്ങനെയുള്ളതിൽ? വൈയാസിക്യാം, വ്യാസനാൽ വിരചിക്കപ്പെട്ടതിൽ, വ്യാസകൃതമായതിൽ, വൈയാസിക്യാം ഭീഷ്മപർവണി, 6ാമത്തെ പർവമായ ഭീഷ്മപർവത്തിൽ. മഹാഭാരതത്തിൽ 18 പർവങ്ങളുള്ളതിൽ 6ാമത്തെ പർവം ഭീഷ്മപർവം. ഭീഷ്മരുടെ നേതൃത്വത്തിൽ മഹാഭാരത യുദ്ധം നടക്കുന്ന ചരിതങ്ങൾ മുഴുവൻ വർണ്ണിച്ചത്. 10ാമത്തെ ദിവസമാണ് ഭീഷ്മർ വീഴുന്നത്. അപ്പോൾ 10 ദിവസത്തെ യുദ്ധവൃത്താന്തം മുഴുവൻ വർണ്ണിച്ചത് ഭീഷ്മപർവത്തിലാണ്. അങ്ങനെയുള്ളതിൽ ശ്രീമദ് ഭഗവത്ഗീതാസു, ശ്രീമദ് ഭഗവത്ഗീതകളിൽ, ഇതുവരെയൊക്കെ ഏകവചനാണ് പ്രയോഗിച്ചത്, ഇത് ബഹുവചനാണ് പ്രയോഗിച്ചത്. ആദരാധിക്യം കൊണ്ട് ബഹുവചനം പ്രയോഗിക്കാം. 2, ഉപദേശ ബഹുളത കൊണ്ട്, അനേക ഉപദേശങ്ങളുണ്ട് ഇതിൽ, അതുകൊണ്ട് ബഹുവചനം പ്രയോഗിക്കാം. ഭഗവത്ഗീതാസു ഭഗവതാ ഗീയതേ ഇതി ഭഗവത്ഗീത, ഭഗവാനാൽ പാടപ്പെടുന്നത് ഭഗവത്ഗീത. ഭഗവാനോ? ഭഗവാൻ, ഭഗമുള്ളവൻ ഭഗവാൻ, ഭഗമുള്ളവൾ ഭഗവതി. ഭഗമോ? ഐശ്വര്യസ്യ സമഗ്രസ്യ ധർമ്മസ്യ യശസ്ശ്രിയ ജ്ഞാനവൈരാഗ്യയോശ്ചൈവ ക്ഷണ്ണാം ഭഗ ഇതീരണ, ഇതീരിതാന്നും പാഠം. അപ്പോൾ സമഗ്രമായ ഐശ്വര്യം, ധർമ്മം, യശസ്, ജ്ഞാനം, വൈരാഗ്യം. ഐശ്വര്യസ്യ ധർമ്മസ്യ യശസ് ശ്രീ, ജ്ഞാനം, വൈരാഗ്യം. ഈ 6 സമഗ്രമായി ചേർന്ന് വരുമ്പോൾ, ഇത് കുറച്ചൊക്കെ എല്ലാവരിലും ഉണ്ടാവും, ഇതെല്ലാം സമഗ്രമായി ചേർന്ന് വരുമ്പോൾ അതിന് പറയുന്ന പേരാണ് ഭഗം. ഭഗമുള്ളവൻ ഭഗവാൻ. അല്ലെങ്കിൽ ഭഗവാൻ എന്ന് ചിലരെ വിളിച്ചോളണം എന്ന് വ്യാസൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അവിടെ ഭഗമാർക്കുണ്ടോ അവൻ ഭഗവാൻ എന്നല്ല. ചില ആൾക്കാരെ ഭഗവാൻ എന്ന് വിളിച്ചോളണം. അതാരെയാ ഭഗവാൻ എന്ന് വിളിക്കേണ്ടത്? ഉത്പത്തിം പ്രളയം ചൈവ ഭൂതാനാം ആഗതിം ഗതിം വേത്തി വിദ്യാം അവിദ്യാം ച സവാച്യോ ഭഗവാനിതി. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഉത്പത്തിയെക്കുറിച്ചും പ്രളയത്തെക്കുറിച്ചും സകല ജീവജാലങ്ങളുടെ വരവിനെക്കുറിച്ചും പോക്കിനെക്കുറിച്ചും വിദ്യയെക്കുറിച്ചും അവിദ്യയെക്കുറിച്ചും ഈ 6ഉം ആർക്കറിയാമോ അയാളെ ഭഗവാൻ എന്ന് വിളിച്ചോളണം എന്നാണ്. സർവജ്ഞൻ. ഇനി താത്പര്യം നോക്കിക്കഴിഞ്ഞാൽ ഭവം ഹത്വാ ഗതിം ദദാതി ഇത് ഭഗവാൻ. ഈ ഭവത്തെ, സംസാരത്തെ ഇല്ലാതാക്കി മോക്ഷഗതിയെ പ്രദാനം ചെയ്യുന്നവൻ ഭഗവാൻ എന്ന് പറയാം. അങ്ങനെയുള്ള ഭഗവാൻ പാടിയതെന്ന് പറഞ്ഞാൽ പാടേണ്ട സമയമാണ്. അപ്പോൾ അത് യുദ്ധം ഉള്ളുന്ന് സ്വാഭാവികമായി വന്നതായി പാട്ട്. ഈ കൂട്ടത്തിൽ പാടാത്ത ആരെങ്കിലും ഉണ്ടോ? പാടാത്ത ഉണ്ടെങ്കിൽ പറയാം. എല്ലാവരും പാടും. ഒന്നുമില്ലെങ്കിൽ കുളിമുറിയിൽ വാതിൽ അടച്ച് ഞാൻ ആരും കേൾക്കണില്ല എന്ന് ഉറപ്പിച്ചാൽ എപ്പോഴെങ്കിലും പാടും. സന്തോഷം വന്ന് സ്വാഭാവികമായിട്ട് വരുന്നതാ പാട്ട്. യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാത് വിനിസൃത, അതാണ് ഗീതയുടെ. വരാഹപുരാണത്തിൽ പറയുകയാണ്, ഗീതാ സുഗീതാ കർത്തവ്യ. ഈ ഗീത നല്ലോണം പാടിക്കോളൂ നല്ലോണം പാടിക്കോളൂ, എല്ലാവരും ഗീത പാടിക്കോളൂ. ഗീതാ സുഗീതാ കർത്തവ്യ കിമന്യൈ ശാസ്ത്രവിസ്തരൈഹി. മറ്റ് ശാസ്ത്രങ്ങളെ കൊണ്ടൊക്കെ എന്ത് കാര്യം? എന്താ കാരണം? യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാത് വിനിസൃത. ഈ പത്മനാഭൻ്റെ മുഖത്തുനിന്ന് പുറത്തേക്ക് ചാടിയതാ. വിനിസൃത, ചാടി പുറത്തേക്കായ. ഭഗവാൻ വിചാരിച്ചൊന്നുമല്ല. പിന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ
വളരെ കാലങ്ങൾക്ക് ശേഷം അർജുനനും ഭഗവാനും കൂടി യാത്ര ചെയ്ത് മടങ്ങുമ്പോൾ പ്രശാന്ത സുന്ദരമായ ഒരു ഏകാന്ത ദേശത്തിലെത്തിയപ്പോൾ അർജുനൻ ഒരു ഭാവാവിഷ്ടനായിട്ട് ചോദിച്ചു, ഭഗവാനെ ഒരു സംശയം ചോദിക്കാണ്ട്, എന്താ പണ്ട് യുദ്ധക്കളത്തിൽ വെച്ചിട്ട് എന്തൊക്കെ ചില ഉപദേശങ്ങളൊക്കെ തന്നിരുന്നില്ലേ എനിക്ക്, അതൊന്നുകൂടി കേട്ടാൽ തരക്കേടില്ല. ഓ, ഞാൻ എന്തൊരു നിന്നെപ്പോലത്തെ മഹാദുർബുദ്ധിക്കാണല്ലോ ഞാൻ പറഞ്ഞു തന്നതെന്ന് ആലോചിച്ചിട്ട് എനിക്ക് തന്നെ വിഷമമുണ്ട്. അന്ന് ഞാനൊരു പ്രത്യേക മൂഡിൽ പറഞ്ഞതാണ്, ഇന്ന് എനിക്കതൊന്നും തോന്നില്ല. ഈ മൂഡെന്നൊന്നും ഭഗവാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. യോഗാത്മനാമയാ പ്രോക്ത എന്നാണ് പറഞ്ഞത്. ഒരു യോഗാത്മാവായി ഇരിക്കുന്ന സമയത്താണ് എന്നാൽ അത് പറയപ്പെട്ടത്, ഇപ്പം അതൊന്നും വരില്ല എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ശ്രീമദ് ഭഗവത്ഗീതയ്ക്ക് 18 അധ്യായങ്ങളാണെങ്കിൽ 36 അധ്യായങ്ങളിലാണ് അനുഗീത ഉപദേശിച്ചത്. ഇരട്ടി, നേരെ ഇരട്ടി. ശ്രേഷ്ഠമാണ്, വളരെ ശ്രേഷ്ഠമാണ് അനുഗീത. ഉത്തരഗീത വേറെ, അതിരിക്കട്ടെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് പത്മനാഭൻ്റെ മുഖത്താണ് ചാടിയതാ. അതാണ് അങ്ങനെയുള്ളതായ ഭഗവത്ഗീതാസു, ഭഗവത്ഗീതകളിൽ, ഏതിൽ? ഉപനിഷത്സു. നമ്മൾ മുമ്പ് ഇവിടെ ചിന്തിച്ച വിഷയം അത്. ഗീത ഒരിക്കലും ഉപനിഷത്തല്ല, കാരണം മഹാഭാരതത്തിൻ്റെ ഭാഗമാണ്. ഉപനിഷത്ത് വേദമാണ്. അപ്പോൾ വേദമല്ലാത്തതിന് എങ്ങനെയാണ് വേദം എന്ന് പറയുക? താത്പര്യം വേദസാരമായതുകൊണ്ട്, ഉപനിഷസാരമായതുകൊണ്ട്. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത് ഇത്യാദി ഓർമ്മിക്കുക. അപ്പോൾ സർവോപനിഷസാരമായതുകൊണ്ട് ഗീതയ്ക്ക് ഉപനിഷത്ത് പദവി ആചാര്യന്മാർ കൊടുത്തു. അതാണ് ഗീതോപനിഷത്തുക്കളിൽ. ബ്രഹ്മവിദ്യയിൽ നോക്കണേ, അവിടെ ഏകവചനായി. ഇത് രണ്ടും ബഹുവചനമായിരുന്നു. ഭഗവത്ഗീതാസു ബഹുവചനം, ഉപനിഷത്സു ബഹുവചനം, പിന്നെ അതാ വീണ്ടും ഏകവചനം ബ്രഹ്മവിദ്യായാം. എന്താ കാരണം? ഗവാം അനേകവർണ്ണാനാം ക്ഷീരസ്യാപ്പി ഏകവർണ്ണതാന്നുണ്ട്. പശു പല വർണ്ണമാണെങ്കിലും പാൽ ഒരു വർണ്ണമായി ആണെന്നാണ് പണ്ട് കാലത്ത് പറഞ്ഞത്. ഇത്രേ പറയാറൊക്കെ അല്ലേ? അതെ, ഇന്നിപ്പോൾ അങ്ങനെയല്ലല്ലോ. പാല് പല വർണ്ണമുണ്ട്, പല ജാതി പാലുകൾ. ഒരു ലിറ്റർ പാലിന് എത്ര ഉറുപ്പ്യ ഉണ്ടാവും? 76, 86, 56. ഇനി വല്ലതും പറയാനുണ്ടോ? ഒരു 200 ചില്ല ഉറുപ്പ്യ വരും. ഇരുന്നൂറ്റി ചില്ല ഉറുപ്പ്യുണ്ട്. 56. ശരി ശരി, ആയിക്കോട്ടെ. അവിടെ അപ്പം അതൊക്കെ പഠിച്ചിട്ട്, ഇത്രയും ഗീത പഠിച്ചിട്ട് പിന്നെ ബൈബിളിലേക്ക് പോകണമെന്നുള്ളതാണ്. നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറയണമെന്നുള്ളതാണ് സംശയം. എന്താ ഇപ്പം ഇങ്ങനെ ഒരു വർത്താനം ഉണ്ടായതെന്ന് ചിന്തിച്ചോളൂ. അതിന് ഉത്തരം പറയണില്ല. എന്തായാലും 200 ചില ഉറുപ്പ്യുണ്ട് എന്ന് പറയാം. ബുക്കിനല്ല. ബുക്കോ? പാലിൻ്റെ കഥ പറയുമ്പോൾ അതായത് പശുവിൻ്റെ, എങ്ങനെയുള്ള പശുവിൻ്റെ? പുല്ല് തിന്ന് വളരുന്ന പശുവിൻ്റെ പാല് മേടിക്കണമെങ്കിൽ അത്ര ഉണ്ട്. പശുവിൻ്റെയാ, പാലുൽപാദക യന്ത്രത്തിൻ്റെ അല്ല. പശു ഇപ്പം കൂടി വരുന്നുണ്ട്. തീരെ കുറവായിരുന്നു നമ്മുടെ നാട്ടിൽ. നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. അപ്പം ഇടക്കാലത്ത് ഉണ്ടായിരുന്നോ? മുമ്പൊക്കെ പശുക്കളായിരുന്നു നാട്ടിൽ, ഇഷ്ടം പോലെ പശുക്കളായിരുന്നു. പിന്നെ തീരെ ഇല്ലാണ്ടായി. പശു എന്തൊരു കഷ്ടം, നാടൻ പശു. അത് അല്ല, സമയമൊക്കെ വൈകിട്ടോ വേറെ ഓരോന്നൊക്കെ ഓർമ്മിച്ചാൽ പ്രശ്നമാണ്. നമ്മൾ ചെറിയ കുട്ടിയാവുമ്പോൾ ഒരു വർത്തമാനം കേട്ടു. ദേവസി മാഷ വീട്ടിൽ ഇംഗ്ലീഷ് പശുവിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ഇംഗ്ലീഷ് പശു എന്നറിയാൻ വലിയൊരു ആഗ്രഹമായി. അപ്പോൾ പലരോട് ചോദിച്ചു, എന്താ ഇംഗ്ലീഷ് പശു? അപ്പോൾ ദേവസി മാഷ വീട്ടിൽ കൊണ്ടുവന്നിട്ടുമുണ്ട്. ദേവസി മാഷ വീട് എന്ന് പറഞ്ഞാൽ UP സ്കൂളിൻ്റെ അടുത്താണ്. അവിടത്തേക്ക് പോയാൽ വീട്ടിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അടി കിട്ടുന്ന ഉറപ്പാണ്. കാരണം LP സ്കൂളിലായിട്ടേ ഉള്ളൂ. അപ്പോൾ എന്താ വേണ്ടോ? പലരോടും ചോദിച്ചു, എന്താ ഇംഗ്ലീഷ് പശു?
അപ്പോൾ നാട്ടിൽ വളരെ കാര്യപ്രാപ്തിയും വിവരമുള്ള ഒരാളുണ്ട്, മലബാർ എന്നാണ് മൂപ്പരുടെ പേര്. മലബാർ ആൾക്ക് പേരുണ്ടാവുമെന്ന് വെച്ചാൽ അയാളെ പേര് കുഞ്ഞിരാമൻ നായർന്നാണ്, പക്ഷെ വിളിക്കുക മലബാർ എന്നാണ്. അക്കാലത്ത് നാട്ടിൽ 18 റുപ്യയാണ് കൂലി. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്താൽ 18 റുപ്യ. കുഞ്ഞിരാമൻ നായർക്ക് 20 റുപ്യ കൂലി. അതെ, തമാശയല്ല. അപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ചോദിച്ചു, എന്താണ് ഇംഗ്ലീഷ് പശു? അത് ഇംഗ്ലീഷ് കരയുന്നുണ്ടാവും. അതെ, സത്യമായിട്ടും അതൊന്ന് കേൾക്കണമല്ലോ എന്നായി. ഇതൊന്ന് കേൾക്കണമല്ലോ. എന്താ ചെയ്യാം, ആഗ്രഹം നടന്നില്ല. കാരണം കുറേ പ്രാവശ്യം അതിലൊക്കെ ചുറ്റി അടിച്ച് നോക്കി, പരിധിയുണ്ടല്ലോ. കാരണം വീട്ടിലേക്ക് എത്താൻ വൈകിയ പ്രശ്നമാണ്. സമാധാനം UP സ്കൂളിലേക്കായി. കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ UP സ്കൂളിലായി. UP സ്കൂളിൻ്റെ തൊട്ടപ്പുറത്താണത്. അപ്പോൾ വളരെ നേരം കാത്തിരുന്നു. ഈ വീട്ടിൻ്റെ അടുത്ത് പോയി ഒളിച്ചിരിക്കുക. പേടി, ഇദ്ദേഹം കണ്ടു കഴിഞ്ഞാൽ അടിക്കില്ല. എന്തിനാണ് തേങ്ങ പെറുക്കാൻ വന്നതെന്ന് പറഞ്ഞാൽ അടി കിട്ടിയ പ്രശ്നമില്ലേ. അപ്പോൾ അയാൾ കാണാനും പാടില്ല, പശു കരയണ കേൾക്കുകയും വേണം. അങ്ങനെ കുറേ ഈ നിങ്ങൾക്ക് തമാശയില്ല, ദേവസ്വമാഷ വീട് അവിടെ ഉണ്ടോയെന്നറിയില്ല, ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ശരിയാട്ടോ, അതൊരു കരച്ചിൽ. എന്താ അമറ്, എന്താണ് ഇതിൻ്റെ ശബ്ദം? മറ്റേ പശുവിൻ്റെ എന്തൊരു ധന്യമായ ശബ്ദം. പശുവിൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ തന്നെ വലിയൊരു പ്രേരണ ഉള്ളെന്ന് വരും. ശാന്തിയുടേതാണ് ഭാവം പശുവിൻ്റെ ശബ്ദം. ശരിക്കും നല്ലൊരു ശാന്തി ഉണ്ടാക്കുന്ന ശബ്ദം. ഇതെന്തോ ഒരു ശബ്ദമുണ്ട്. അപ്പം കുഞ്ഞിരാമൻ പറഞ്ഞത് ശരിയാന്ന് മനസ്സിലായി. തമാശല്ല. സിന്ധോ അങ്ങനെയാണ്. അതുകൊണ്ട് പശുവിൻ്റെത് ശരിയായ നാടൻ പശുവിൻ്റെ പുല്ല് തിന്ന് വളരുന്ന പശുവിൻ്റെ പാല്, അതിന് പുതിയൊരു ഓമന പേരുണ്ട് ഇപ്പോൾ, A2 മിൽക്ക്. A2 മിൽക്കിൻ്റെ നെയ്ക്ക് എത്ര ഉറുപ്പ്യുണ്ട് ലിറ്ററിന്? 3000 ഉറുപ്പ്യുണ്ട് ഒരു ലിറ്റർ നെയ്ക്ക് 3000 ഉറുപ്പ്യുണ്ട്. തമാശ പറഞ്ഞല്ല. അപ്പോൾ ഇതിൻ്റെ ഈ പശുക്കൾ ഒരു വർണ്ണമാണെങ്കിലും പശുക്കൾ പല വർണ്ണമാണെങ്കിലും പാൽ ഒരു വർണ്ണം എന്ന് പറഞ്ഞ പോലെ ഉപനിഷത്ത് ഗ്രന്ഥങ്ങൾ അനേകം ഉണ്ടെങ്കിലും അതിൻ്റെ താത്പര്യ ഉപദേശം ഒന്ന്. അപ്പോൾ ബ്രഹ്മവിദ്യ എത്രയാ? ഒന്ന്. ബ്രഹ്മവിദ്യായാം. ഈ ബ്രഹ്മവിദ്യ പറഞ്ഞ് എഴുന്നേറ്റ് പോയിട്ട് വല്ല കാര്യമുണ്ടോ? എന്താണ് അതിലേക്ക് എത്തിപ്പെടാനുള്ള വഴി എന്ന് പറയണ്ടേ? അതിന് യോഗം ഉപദേശിക്കണം, മാർഗം. ഗീത ബ്രഹ്മവിദ്യയുമാണ്, യോഗശാസ്ത്രവുമാണ്. അങ്ങനെയുള്ള ബ്രഹ്മവിദ്യയും യോഗശാസ്ത്രവുമായതിൽ ശ്രീകൃഷ്ണാർജുന സംവാദത്തിൽ, ഗുരുശിഷ്യ സംവാദത്തിൽ ഇത് തർക്കത്തിലൂടെ നേടേണ്ടതല്ല, ഗുരുപദേശത്തിലൂടെ നേടേണ്ടതാണ്. ഗുരുവിൽ നിന്ന് കേട്ടാലേ മനസ്സിലാവുള്ളൂ. അങ്ങനെയുള്ളതായ വാദപ്രതിവാദം ചെയ്തറിയേണ്ടതല്ല. അങ്ങനെയുള്ള ഗുരുപദേശത്തിൽ ശ്രീകൃഷ്ണാർജുന സംവാദത്തിൽ കർമ്മസന്യാസ യോഗം എന്ന് പേരുള്ള വേറൊരു പേര് പ്രകൃതി ഗർഭോ നാമ, പ്രകൃതി ഗർഭം എന്ന് പേരുള്ള ഒക്കെ എൻ്റെ പേരുകളാണ്. 6-ാമത്തെ അധ്യായം 5-ാമത്തെ അധ്യായം സമാപിച്ചു എന്ന് പറയാൻ ആയോ? ഉണ്ടെങ്കിൽ സന്തോഷം. എന്തായാലും അതിലേക്ക് നമ്മളൊന്ന് എത്തി നോക്കി സമാപിച്ചു എന്ന് പറയാൻ പോരാ. സമ്യക് ആപ്തമായി എന്നാണല്ലോ. സമാപ്തം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു എന്നല്ല. ചിലർ മനസ്സിലാക്കിയില്ല സമാപ്തം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു എന്ന അർത്ഥം എന്നാ. സമാപ്തം വെച്ചാൽ കഴിഞ്ഞു എന്നല്ല, സമ്യക് ആപ്തമായി, നല്ല പോലെ നേടപ്പെട്ടു എന്നാ. ഏതായാലും അതിലേക്ക് നമ്മളൊന്ന് എത്തി നോക്കി എന്ന് പറയാം. ഇതാണ് 5-ാം അധ്യായം. ഇനി വേഗം തന്നെ നമുക്ക് ഒത്തുകൂടാം. യോഗശാസ്ത്ര ഏകവചനാണല്ലോ. മാർഗങ്ങൾ പലതുണ്ടെങ്കിലും ശാസനം ചെയ്യുന്നത് എന്ന അർത്ഥത്തിൽ ഒന്ന്, ആ അർത്ഥത്തിലാണ്. നോക്കൂ. അർജുന ഉവാച സന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗം ച ശംസസി യശ്രേയേതയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം. ശ്രീഭഗവാനുവാച സന്യാസകർമ്മയോഗശ്ച നിശ്രേയസകരാവുഭൗ തയോസ്തു കർമ്മസന്യാസാദ് കർമ്മയോഗോ വിശിഷ്യതേ. ജ്ഞേയഃ സ നിത്യസന്യാസി യോ ന ദ്വേഷ്ടി ന കാംക്ഷതി നിർദ്വന്ദ്വോ ഹി മഹാബാഹോ
സുഖം ബന്ധാത് പ്രമുച്യതേ. സാഖ്യയോഗൗ പൃഥക് ബാലാഃ പ്രവദന്തി ന പണ്ഡിതാഃ ഏകമപ്യസ്ഥിതഃ സമ്യഗ് ഉഭയോർവിന്ദതേ ഫലം. യത്സാഖ്യൈ പ്രാപ്യതേ സ്ഥാനം തദ്യോഗൈരപി ഗമ്യത്തെ. ഏകം സാഖ്യം ച യോഗം ച യഃ പശ്യതി സ പശ്യതി. സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തുമയോഗതഃ. യോഗയുക്തോ മുനിർബ്രഹ്മ ന ചിരേണാധിഗച്ഛതി. യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയഃ. സർവഭൂതാത്മഭൂതാത്മാ കുർവന്നപി ന ലിപ്യത്തെ. നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വവിത്. പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഘ്രൻ അശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ പ്രലപൻ വിസൃജൻ ഗൃഹ്ണൻ ഉന്മിഷൻ നിമിഷന്നപി. ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ. ബ്രഹ്മണ്യാധായ കർമാണി സംഗം ത്യക്ത്വാ കരോതി യഃ. ലിപ്യത്തെ ന സ പാപേന പദ്മപത്രമിവാംഭസാ. കായേന മനസാ ബുദ്ധ്യാ കേവലൈരിന്ദ്രിയൈരപി. യോഗിനഃ കർമ്മ കുർവന്തി സംഗം ത്യക്ത്വാത്മശുദ്ധയേ. യുക്തഃ കർമ്മഫലം ത്യക്ത്വാ ശാന്തിമാപ്നോതി നൈഷ്ഠികീം. അയുക്തഃ കാമകാരേണ ഫലേ സക്തോ നിബധ്യതേ. സർവകർമാണി മനസാ സന്യസ്യാസ്തേ സുഖം വശീ. നവദ്വാരേ പുരേ ദേഹി നൈവ കുർവന്ന കാരയൻ. ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭുഃ. സ്വഭാവസ്തു പ്രവർത്തത്തെ നാദത്തെ കസ്യചിത് പാപം ന ചൈവ സുകൃതം വിഭുഃ. അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ. ജ്ഞാനേന തു തദജ്ഞാനം യേഷാം നാശിതമാത്മനഃ. തേഷാമാദിത്യവത് ജ്ഞാനം തത്പരം തദ്ബുദ്ധയസ്തദാത്മാനഃ. തന്നിഷ്ഠാസ്തത്പരായണാഃ ഗച്ഛന്ത്യ പുനരാവൃത്തിം ജ്ഞാനനിർധൂതകൽമഷാഃ. വിദ്യാവിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനേ ശുനി ചൈവ ശ്വപാകേ ച പണ്ഡിതാ സമദർശിനഃ. ഇഹൈവ തൈർജിതഃ സർഗോ യേഷാം സാമ്യേ സ്ഥിതം മനഃ. നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിതാഃ. ന പ്രഹൃഷ്യേത് പ്രിയം പ്രാപ്യ നോദ്വിജേത് പ്രാപ്യ ച പ്രിയം. സ്ഥിരബുദ്ധിരസമ്മൂഢോ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിതഃ. ബാഹ്യസ്പർശേഷ്വസക്താത്മാ വിന്ദത്യാത്മനി യത്സുഖം. സ ബ്രഹ്മയോഗയുക്താത്മാ സുഖമക്ഷയ്യമശ്നുതേ. യേ ഹി സംസ്പർശജാ ഭോഗാഃ ദുഃഖയോനയ ഏവ തേ. ആദ്യന്തവന്തഃ കൗന്തേയ ന തേഷു രമത്തെ ബുധഃ. ശക്നോതി ഹൈവ യഃ സോഢും പ്രാക്ശരീരവിമോക്ഷണാത്. കാമക്രോധോദ്ഭവം വേഗം സ യുക്തഃ സ സുഖീ നരഃ. യോന്തസുഖോന്തരാരാമ തഥാന്തർജ്യോതിരേവ യഃ. സ യോഗീ ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോऽധിഗച്ഛതി. ലഭന്തെ ബ്രഹ്മനിർവാണം ഋഷയ ക്ഷീണകൽമഷാഃ. ഛിന്നദ്വൈധായതാത്മാനഃ സർവഭൂതഹിതേ രതാഃ. കാമക്രോധവിയുക്താനാം യതീനാം യതചേതസാം അഭിതോ ബ്രഹ്മനിർവാണം വർത്തത്തെ വിദിതാത്മനാം. സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യാൻ ചക്ഷുശ്ചൈവാന്തരേ ഭ്രുവോഃ. പ്രാണാപാനൗ സമൗ കൃത്വാ നാസാഭ്യന്തരചാരിണൗ. യതേന്ദ്രിയമനോബുദ്ധിഃ മുനിർമോക്ഷപരായണഃ. വിഗതേച്ഛാഭയക്രോധോ
യഃ സദാ മുക്ത ഏവ സഃ ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിമൃച്ഛതി. ഓം തത്സദിതി ശ്രീമഹാഭാരതേ ശതസാഹസ്ര്യാം സംഹിതായാം വൈയാസിക്യാം ഭീഷ്മപർവണി ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുനസംവാദേ കർമ്മസന്ന്യാസയോഗോ നാമ പഞ്ചമോധ്യായഃ. ഓം